കേരളത്തിലെ 24/7 ചാനലുകൾ ഇന്നലെ ലിറ്ററലി മുക്കിക്കളഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ചില ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനൊരു ഡെപ്ത് പോരാ. ഇവിടെ ഇപ്പോൾ സഞ്ജു ടെക്കീൻ്റെ പിന്നാലെ വാല് പിടിച്ച് ഓടാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസർ, ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഒരു സംഗതി, ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല് പിടിച്ച് എങ്ങനെ പോയി അതെങ്ങനെ കുഴിഞ്ഞ് ചെകഞ്ഞ് നോക്കി എടുത്തു കൊണ്ടുവരാം എന്നുള്ളതിൽ അവർ കാണിക്കുന്ന ഒരുതരം ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ഓവർ ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങളും ഉണ്ട്. അതൊന്നും ഇന്നലെ ഈ ന്യൂസിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല. കൊടുത്ത ചാനലുകളാണെന്നുണ്ടെങ്കിൽ ഒരു വഴിപാട് കഴിക്കുന്നത് പോലെ ഒരു സൈഡിൽ അവിടെ കുറച്ച് പ്രശ്നമുണ്ടായി, സോഷ്യൽ മീഡിയയിൽ കുറച്ചത് ചർച്ചയാണ്, എന്നാൽ ചുമ്മാ ഒന്ന് കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് മാത്രം കാണിച്ച് ഒതുക്കി കളഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയതാണ് തിരുവനന്തപുരം SK ആശുപത്രിയിൽ യുവാവ് ചികിത്സയ്ക്കിടെ മരിച്ച സംഭവം. ഈ മരിച്ച യുവാവിൻ്റെ വീട്ടുകാർ അവർ കൃത്യമായി വന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും മീഡിയക്കാരിത് ടേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ഫിഷി. ഇന്നലെ അതേ ദിവസം ഇന്നലെ പുലർച്ചെയാണ് സംഭവം ഉണ്ടായ അതേ ദിവസം 2 പേരുടെ മരണം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ദ സെയിം റീസൺ. എന്നിട്ട് പോലും ഇവിടുത്തെ സീരിയസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ ഹെൽത്ത് മിനിസ്റ്ററോ എന്ത് ചെയ്തു? ശ്രീമതി വീണ ജോർജ് മാഡം ഞങ്ങൾക്കിവിടെ നിങ്ങളിലും അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിലും അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സിലും ഒക്കെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ മരിക്കുന്നു, മെഡിക്കൽ നെഗ്ലിജൻസ്, ഏതെങ്കിലും ഒരു കേസ് ടേക്കപ്പ് ചെയ്ത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഡോക്ടർക്കെതിരെയോ ഹോസ്പിറ്റലിനെതിരെയോ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. എത്ര പേര് മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഒരു ഡോക്ടർക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അടി കിട്ടിക്കഴിഞ്ഞാൽ അവരൊറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ സമരം ചെയ്യും ഇല്ലേ? അതേപോലെ തന്നെയല്ലേ ഒരു ഹോസ്പിറ്റലിൽ ആരോഗ്യം നമുക്ക് ഭയങ്കര പ്രധാനം. നമുക്ക് അവരുടെ ആരോഗ്യം നമ്മളത് കൊടുക്കുകയാണ്, ഹോസ്പിറ്റലിനും ഡോക്ടേഴ്സിനും വിശ്വാസത്തോടു കൂടി കൊടുക്കുകയാണ്. ആ വിശ്വാസം മുതലെടുത്ത് മിൽക്ക് ചെയ്യാന്ന് പറയും, ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഒരു പൈസ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കടാവറായിട്ട് കാണുകയാണ് മനുഷ്യൻ്റെ ദേഹം പല ഹോസ്പിറ്റലും പല ഡോക്ടേഴ്സും. അങ്ങനെ ഒരു തരം മിൽക്കിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെയല്ലേ പ്രോപ്പറായുള്ള ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് മീഡിയ ചെയ്യേണ്ടത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററും ഇതിലല്ലേ കൃത്യമായിട്ട് ഇടപെടേണ്ടത്. ഇനി എന്താ പ്രശ്നം നോക്കാം. SK ഹോസ്പിറ്റലിലേക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 35 വയസ്സുകാരൻ കൃത്യമായ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു. ഇത് വളരെ ക്ലിയറായിട്ട് ഈ കൊണ്ടുവന്ന മരിച്ച യുവാവിൻ്റെ റിലേറ്റീവ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്. നമുക്ക് ആദ്യം അത് നോക്കാം. ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്, ആൻജിയോഗ്രാം ചോദിച്ചപ്പോൾ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ് നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണ ആവശ്യം. ഇന്നലെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എൻ്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്, ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ 2 പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം, അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പറയും. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാമെന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്നു. 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത്. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ട് കൊണ്ട് കിടത്തി. നമ്മൾ 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂർ ആയപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി, പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വെറും ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടുത്തെ ഡോക്ടർ പറഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വെറും ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്നലെ അവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു.
അതേവർ വരുമ്പോൾ നമുക്ക് പറയാമല്ലോ. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ആ വ്യക്തി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അത്യാവശ്യം അവിടെ ആ റെഫർ ചെയ്യുന്ന സമയത്ത് അവർ എൻക്വയറി ചെയ്യുക. ഇപ്പോൾ ആൻജിയോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാം ഇപ്പോൾ വന്നാൽ ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ, അവിടെ പേഷ്യൻസിൻ്റെ തിരക്കുണ്ടോ, അതോ ഇനി ആൻജിയോഗ്രാമിന് അവിടെ ആളുണ്ടോ, എന്താണ് എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം അന്വേഷിച്ചിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ഇവിടെ അതിൽ തന്നെ എനിക്ക് സംശയമാണ്. വേറൊരു ഹോസ്പിറ്റലിലും കൊണ്ടാകാതെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പുറത്തെ ഹോസ്പിറ്റലിലേക്ക് SK ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് തമ്മിലുള്ള ടൈപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ SK ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ അന്വേഷിച്ചിടത്തോളം ഹൃദയ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കുറച്ച് ഫേമസ് ആണ് അവിടെ അതിനായിട്ട്. ഓക്കെ, കാർഡിയ ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം അങ്ങനൊരു ഹോസ്പിറ്റലിൽ ആൻജിയോഗ്രാം മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റി ഫെയിലിയർ ആണ് എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന വ്യക്തിയെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അടുത്ത ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കണ്ടേ? അതൊന്നും ചെയ്തില്ല. ഇനിയുള്ളത് കേട്ടോ. അവസാനം 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴ് ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം നിങ്ങൾ പറ. അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ എന്ന് സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി. എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായോ. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ഫുൾ മീഡിയക്കാരെ വിളിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി ന്യൂസ്, എല്ലാ ന്യൂസ് ചാനലിലും വിളിച്ചു. ഒറ്റ ആൾക്കാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ചാനലുകാരും വരില്ല. വന്നാലും എടുത്താലും അവരൊരു സൈഡിൽ ആരും കാണാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ അത് ഇട്ടിട്ട് അവരെന്ത് ചെയ്യും? അത് മറച്ചിട്ട് പോവും. അതങ്ങനെയാണ്. ഹോസ്പിറ്റലും ചാനലൊക്കെ ആകുമ്പോൾ ടൈപ്പുകൾ അങ്ങനെയാണ്. പ്രൊമോഷനൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. മനസ്സിലായ? ഇതിപ്പോൾ എന്ത് ഗതികേടാന്ന് ആലോചിച്ച് നോക്ക്. ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു സംഗതി ഉള്ളതാണ്. ആളെ പിഴിയാൻ വേണ്ടി വെന്റിലേറ്ററിൽ തട്ടും. എന്നിട്ട് ഇപ്പോഴത്തെ അവരെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാന്ന് വിചാരിച്ചോ, ഈസി ആയിട്ട് അവർക്കൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ബോഡി അവരുടെ കയ്യിലായിരിക്കുന്നത്. അവർക്ക് ഈസി ആയിട്ടൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും. വീട്ടുകാർക്ക് ആ റിപ്പോർട്ടും പിടിച്ച് എവിടെ പോയാലും അത് മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് സംഭവിച്ചതല്ല, അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അവർക്ക്. ആര് നോക്കിയാലും ഇവർ ഈ ക്രിയേറ്റർ റിപ്പോർട്ടിനകത്ത് ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ തോന്നൂ. കാരണം നമുക്ക് ആർക്കും അറിയില്ല കയറി ചെല്ലുമ്പോൾ ഇവരെങ്ങനെ നമ്മളെ ഹാൻഡിൽ ചെയ്യും ഒന്നും നമുക്കറിയില്ല. നമ്മളൊക്കെ ജീവൻ രക്ഷിക്കണേ അല്ലെങ്കിൽ രക്ഷപ്പെടണേ എന്നുള്ള ഒരു ആദിയിലായിരിക്കും പല ഹോസ്പിറ്റലിലും കയറി ചെല്ലുക. അതായത് അവരുടെ വിശ്വാസത്തിനുള്ള ആ വിശ്വാസം ചൂഷണം ചെയ്ത് ബിസിനസ്സാക്കാൻ നിൽക്കുന്ന ഒരുപാട് പേര് ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ പേടിയാണ്. പക്ഷെ ഇതിനൊക്കെ കണ്ണടയ്ക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ്റും സിസ്റ്റവും ഇവിടുത്തെ മിനിസ്റ്ററും ഒക്കെ. നിങ്ങൾ ഇന്നിട്ടും ഇരുന്ന് തള്ളും. ഇവിടെ അടിപൊളിയാണ്, നമ്പർ 1 ആണ്, കപ്പിത്താനുണ്ട്, ഈ കപ്പൽ അടിപൊളിയില്ല, ഇവിടെ വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ വിഷയങ്ങളുണ്ട് മാഡം. ഇങ്ങനത്തെ വിഷയങ്ങളാണ് നിങ്ങൾ ഇവിടെ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇനി ഈ പെർട്ടിക്കുലർ ലൈവ് വീഡിയോ വന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കണം. ഇതിനകത്ത് ഇഷ്ടം പോലെ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ആദ്യം തന്നെയുള്ളൊരു കമൻ്റ് ഉണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ അടുത്താണ് ഈ ഹോസ്പിറ്റൽ. എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വന്ന് കൊണ്ടുപോയത് അവിടെയാണ്. ICUയിൽ ഉടനെ കയറ്റി. ദെൻ അവരുടെ ഭാഗത്ത് നിന്നൊരു റെസ്പോൺസും ഇല്ല. അവിടുത്തെ മെയിൻ ഡോക്ടർ 1 ടൈം പോലും വന്ന് എൻ്റെ ഫാദറിനെ കണ്ടിട്ടില്ല. പെട്ടെന്ന് എൻ്റെ ഫാദറിന് വയ്യാതെയായി, സീരിയസ് ആണെന്ന് പറഞ്ഞു. ഇവർക്ക് പണം മാത്രമാണ് വേണ്ടത്, പേഷ്യൻറ്റിനെ അവർ കെയർ പോലും ചെയ്യില്ല. എൻ്റെ ഫാദറിന് സീരിയസ് ആയപ്പോൾ ഞങ്ങൾ ദേഷ്യപ്പെട്ടു. ഞങ്ങൾ ദെൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആണ് കേട്ടത്. അപ്പോൾ ആ കാർഡിയോ ഡോക്ടർ പറഞ്ഞ ഡയലോഗ്
എനിക്കെങ്ങനെ പറ്റും, ഞാൻ ഡോക്ടറാ, എന്നെ പഠിപ്പിക്കാൻ ആരും ആയിട്ടില്ല, ഇനി നിൻ്റെ അച്ഛനെ ഇവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. ഉണ്ട്, ഞാൻ റാങ്ക് ഉള്ള ഡോക്ടറാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിടെയുള്ള മാനേജ്മെൻറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്തു. മാനേജർ പറഞ്ഞ റിപ്ലൈ, നിങ്ങളുടെ ഫാദർ അല്ല, ഞങ്ങൾക്ക് ഒന്നും ക്ഷമിക്കൂ, ഒരു അപ്പോളജി ലെറ്റർ എഴുതിയ ഡോക്ടർ വന്ന് നോക്കിക്കോളും. ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായ സംഭവമാണ് ഈ കുട്ടിയോടെ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ, ഞാൻ ആ കമൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിക്കും. കുറേ കമൻസിലുണ്ട്, കംപ്ലീറ്റ്ലി വായിക്കുന്നില്ല, ബാക്കി നിങ്ങൾ വായിക്കും. ഇനി അടുത്ത ആൾ, എൻ്റെ അമ്മയ്ക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കെയർ ഒന്നും ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല, ഈ മൈര ഹോസ്പിറ്റൽ കൊണ്ട് മാത്രം ഹെൽത്ത് കണ്ടീഷൻ വേഴ്സായ മരണപ്പെട്ട്. ഹോസ്പിറ്റലിൽ അടുത്ത ആൾ പറയുന്നു. ഇനി ഇവരും വെറുതെ ഉള്ളല്ലോ, ഇതൊക്കെ ജെനുവിൻ പ്രൊഫൈൽസാണ്, ഫേക്ക് പ്രൊഫൈൽസ് എന്നല്ല ഈ കമൻറ്റുകളൊക്കെ വരുന്നത്. എൻ്റെ അച്ഛനും ഈ സഹോദരൻ പറഞ്ഞ ഇതേ അവസ്ഥയിൽ കടന്നുപോയി, കൃത്യം 5 മണിക്കൂർ കഴിഞ്ഞ് അച്ഛനെയും നഷ്ടമായി, ഈ ദ്രോഹികളെ വെറുതെ വിടരുത്. നോക്ക് എത്ര പേരാണ് ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നത്. ഇനി ഈ സംഭവം നടന്ന സമയത്തുണ്ടായിരുന്ന ഒരാൾ, ഈ സംഭവം നടക്കുന്ന സമയം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പാവം ആ പയ്യൻ അവിടെ ഇത്രയും സംസാരിച്ചിട്ട് ഹോസ്പിറ്റൽ അധികൃതർ എന്ന് പറയുന്ന ഒരു നാറികളും തിരിഞ്ഞു പോലും നോക്കിയില്ല. അവിടെയുള്ള മീഡിയ പോലും ക്യാഷ് കൊടുത്തു അവർ വിലക്കി. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ് എന്ന് പരാതി ഉണ്ടൽ നാളെ കൊറിയർ അയക്കാൻ ആ മരിച്ച പയ്യൻ്റെ കുഞ്ഞിൻ്റെ നൂല് കെട്ടി നിന്ന് വായിച്ച് വെച്ചിരുന്നതാണ്. ക്യാഷിന് വേണ്ടിയല്ല കൊല്ലുന്നു ഒരു ഹോസ്പിറ്റലിലായി മാറി, ക്യാഷിന് വേണ്ടി മാത്രം ആളെ കൊല്ലുന്ന ഒരു ഹോസ്പിറ്റലായി മാറി SK ഹോസ്പിറ്റൽ. ചെസ്റ്റ് പെയിൻ ആയി വന്ന ഒരു ആളിനെ ഓപ്പറേഷൻ ചെയ്ത് 16 ലക്ഷം ബില്ല് കൊടുത്ത് അവിടെ ഇരിക്കുന്നു. ജീവനോടെ ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയില്ല. അറിയാതെ ചെന്ന് പെട്ടുപോയി. ഞാൻ ഇനി ജീവൻ ആവശ്യമുള്ളത് കൊണ്ട് വേറെ പണി അറിയാം എന്നുള്ള ഡോക്ടർമാരുള്ള ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുന്നു. ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ. എൻ്റെ പപ്പ മരിച്ച 6 വർഷമായി, 11/4/2018. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിപ്പോൾ പല കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ പപ്പ KSEB തൈക്കാട് സെക്ഷൻ ഓഫീസ് AE ആയിരുന്നു. ഓഫീസിൽ വെച്ച് ചെറിയ ചെസ്റ്റ് പെയിൻ കാരണം SK കൊണ്ടുപോയി. ഒരു പ്രാഥമിക ചികിത്സയും കിട്ടാണ്ട് ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ പപ്പയുടെ കണ്ടീഷൻ ക്രിട്ടിക്കലായി തുടങ്ങി. കണ്ടോ, ഇഷ്ടം പോലെ ആളുകൾ ഇതാ വന്ന് അഡ്രസ്സ് ചെയ്യണം അവർക്ക് പറ്റിയ ആ ഒരു ഇഷ്യൂ, ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്. ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ ആളുകൾ അവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും ഇവിടുത്തെ മീഡിയാസ് ഇതൊരു ചെറിയൊരു 6 മിനിറ്റ് 5 മിനിറ്റ് ന്യൂസ് മാത്രമാക്കി ഒതുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഹൗ പവർഫുൾ ഇവിടുത്തെ ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്. ഇതുവരെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ഒരു അന്വേഷണം പോലും ഇതിൽ പുറപ്പെടുവിച്ചിട്ടില്ല. ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് മാഡം, നിങ്ങൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ ഇത് വീണ ജോർജ് മാഡത്തിനായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും അലിഗേഷൻ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്, അതും ചില്ലറ ഹോസ്പിറ്റലൊന്നുമല്ല, തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ. അവിടെ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഒരു അന്വേഷണമെങ്കിലും നിങ്ങൾ പ്രഖ്യാപിക്കണ്ടേ? പോണ ജീവനൊക്കെ വിലയില്ലേടേ, വിശ്വസിച്ചിട്ടാണ് കയറി ചെല്ലുന്നത്. അവിടെ ആ വിശ്വാസം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റും ഹെൽത്ത് മിനിസ്റ്ററും പോലീസുമാണ്.